ഹരേ കൃഷ്ണ. ഇന്ന് വീടുകളൊക്കെ കെട്ടുമ്പോൾ വീട്ടിലൊരു പൂജാമുറി വേണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. കാര്യം പണ്ട് കാലത്ത് ചെറിയ വീടുകളായിരുന്നു, ഒരു പൂജാമുറിയൊന്നും അവിടെ സ്വാഭാവികമായിട്ടും കാണുകയില്ല. വലിയ തറവാട്ട് വീടുകളിലൊക്കെ ആണെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. സാധാരണക്കാരൊരു വീട് വയ്ക്കുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരും ഉണ്ട്, പൂജാമുറിയുടേതായ ഒരു ശുദ്ധിയൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിന്ന് ഒരു വീട്ടിലെ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്, ഒരു അണുകുടുംബ രീതിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടില് ഒരു പൂജാമുറിയൊക്കെ തരപ്പെടുത്താൻ ഇന്ന് പലരും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഈ പൂജാമുറി വയ്ക്കുമ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട്. ഒരു വീട്ടിലെ പൂജാമുറി വയ്ക്കാമോ? അവിടെ സ്ത്രീ ജനങ്ങൾ അവർക്ക് ആർത്തവ കാലയളവിലൊക്കെ ഈ പൂജാമുറിയുടെ പരിസരത്തൂടെ പോകാമോ? അല്ലെങ്കിൽ ശുദ്ധം പാലിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? എന്നിങ്ങനെയുള്ള കുറെ അധികം ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇത് തെറ്റായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പേടിപ്പിക്കുന്ന ചില കൂട്ടരുണ്ട്. വീട്ടില് പൂജാമുറി ഒന്നും പാടില്ല, അങ്ങനെ പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ വീട് ക്ഷേത്രം പോലെ ആയിപ്പോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട്. കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്കൊന്നും അറിയില്ല, എങ്കിലും വീട്ടില് പൂജിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രം എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവര്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം മാത്രമാണ് വീട്ടിലെ ഒരു പൂജാമുറി എന്ന് പറയുന്നത്. വീടെന്ന് പറഞ്ഞാൽ ഒരു ദേവാലയം ആയി പോകുമെന്ന് പറഞ്ഞ് പേടിക്കേണ്ട. വീട് ദേവാലയം തന്നെ ആയിരിക്കണം. നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും ദേവാലയ തുല്യമായിരിക്കണം. ഈശ്വരൻ വസിക്കേണ്ട ഇടങ്ങളാണ് ഇതെല്ലാം. ആന്തരികമായ അർത്ഥത്തിൽ ഓരോ വീടും ക്ഷേത്ര സമാനമായിരിക്കണം. അവിടെ ശാന്തത കളിയാടണം, അവിടെ എപ്പോഴും ഈശ്വരാധീനം വേണം എന്നുള്ളതാണ്, അല്ല വേറൊന്നുമല്ല എൻ്റെ അർത്ഥം. അപ്പൊ വീട്ടിലൊരു പൂജാമുറി നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒരു പുതിയ പൂജാമുറി കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയ വീടിനോട് ചേർത്ത് പൂജാമുറി നിർമ്മിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാര്യം നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടികളാണ് ഇതിലൂടെ തരുന്നത്. ചിലത് ലളിതമായിരിക്കാം, ചിലത് കുറച്ച് എല്ലാവരെയും സംശയിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തായാലും പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില വിശേഷാൽ പ്രാർത്ഥനകളിൽ, പൂജകളിൽ നിങ്ങളെ പങ്കുകൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്തിട്ട് എനിക്ക് തരും. അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുക. എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. വീട്ടിലൊരു പൂജാമുറി സ്ഥാപിക്കുമ്പോൾ അതിന് പ്രത്യേകം അളവുകളൊക്കെ ഉണ്ടോ? അതേക്കുറിച്ച് ഒന്ന് പറയാമോ? വീട്ടില് പൂജാമുറി സ്ഥാപിക്കുമ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും കൊടുക്കേണ്ടതില്ല. അതായത് ചിലര് ക്ഷേത്രസമമായിട്ടുള്ള കണക്കുകളൊക്കെ എടുത്തിട്ട് പൂജാമുറി നിശ്ചയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്. പകരം നിങ്ങൾക്ക് യഥേഷ്ടം ഇരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കാനുള്ള ഒരളവ്, അതിന് പ്രത്യേകിച്ചൊരു താന്ത്രിക രീതിയിലൊന്നും അതിനെ ചിന്തിക്കരുത്, ഒരു വാസ്തു രീതിയിലും ചിന്തിക്കേണ്ട, ഒരു റൂം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കണം. അല്ലാതെ ചിലപ്പോൾ ക്ഷേത്ര കണക്കുകളൊക്കെ വെച്ച് ചിലര് പൂജാമുറിയൊക്കെ എടുത്ത് അവിടെ ചില പ്രതിഷ്ഠകളൊക്കെ വെക്കുന്നുണ്ട്. അതല്ല ഇതിന്റെ ഉദ്ദേശം. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീടിനെ ക്ഷേത്ര സമാനമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനുള്ളൊരിടം, നമുക്ക് കുറച്ച് ചിത്രങ്ങൾ വെക്കണം, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്രതിമ വെക്കണം, പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന സിന്ദൂരം വെക്കണം, ചില പൂജാപാത്രങ്ങളും മറ്റുമൊക്കെ വെക്കണം. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഇടം, സ്വസ്ഥമായിട്ടുള്ള ഒരു ഇടം, അങ്ങനെയാണ് ഈ പൂജാമുറിയെ കാണേണ്ടത്. അവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് രീതി. അല്ലാതെ അവിടെ ചൈതന്യങ്ങളെ ആവാഹിച്ചു കൊണ്ടുവച്ച് മറ്റ് താന്ത്രിക ക്രിയകൾ ചെയ്യുന്ന ഇടമായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ട. താന്ത്രികരുടെ ഒക്കെ ഭവനങ്ങളിൽ അങ്ങനത്തെ പൂജാമുറി കാണും. സാധാരണയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് അളവൊന്നും വലിയ പ്രാധാന്യമായിട്ട് എടുക്കേണ്ട. സ്ഥാനം പക്ഷെ നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വീടിനകത്ത് ക്ഷേത്ര മാതൃകയിൽ ഒരു പൂജാമുറി സ്ഥാപിക്കണമെന്നുണ്ട്. ചിലർ പറയുന്നു ഇത് തെറ്റാണ് എന്നുള്ളത്.
ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അളവാണ് ക്ഷേത്ര മാതൃക എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ തെറ്റായിട്ടുള്ള രീതിയായിരിക്കും. വീട്ടിനകത്ത് അങ്ങനെ ക്ഷേത്ര മാതൃകയിൽ നമ്മൾ അളവുകൾ വച്ചിട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്കൊരു പൂജാമുറി നിർമ്മിച്ചിട്ട് അതിൻ്റെ കുറച്ച് മോൾ ഭാഗത്ത് കുറച്ച് കിരീടങ്ങളൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് ക്ഷേത്രം പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെ നിങ്ങൾക്കൊരു രീതിയിൽ ചെയ്യണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഭക്തിയുടെ അന്തരീക്ഷം കിട്ടണം. അത് നിങ്ങളായിക്കോളും. പക്ഷെ അതിൻ്റെ അളവുകളൊക്കെ ക്ഷേത്ര സമാനമായിട്ട് എടുക്കുക, അകത്ത് വിഗ്രഹത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക, അതൊന്നും പാടില്ലാത്തതാണ്. അല്ല, നിങ്ങൾക്കൊരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് ആകുന്നെങ്കിൽ അതായിക്കോളൂ, യാതൊരു തെറ്റുമില്ല. ഇനി അടുത്ത ചോദ്യം വരുന്നത്, പൂജാമുറിക്കകത്ത് ചെറിയ പടികളൊക്കെ കെട്ടി വെച്ചിട്ട് അതിന് മുകളിൽ അയ്യപ്പന്റെ ചിത്രമൊക്കെ വയ്ക്കുന്ന ചിലത് കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ അമ്മ എതിർക്കുന്നു, ഇത് തെറ്റാണെന്ന്. ഇത് അങ്ങനെ തെറ്റായിട്ട് കാര്യമൊന്നുമില്ല. അതൊരു ഭംഗിക്ക് നമ്മൾ ചെയ്തു വെക്കുന്നതല്ലേ. വൃശ്ചിക മാസത്തിലൊക്കെ നമ്മൾ ചെറിയ പടികളൊക്കെ കുഞ്ഞുകാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ടായിരുന്നു. 18 പടി എന്നുള്ള സങ്കല്പത്തിൽ ചെറിയ സ്റ്റാൻഡ് ഇങ്ങനെ പടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല. തറ നിരപ്പിന്ന് നമുക്ക് ഇച്ചിരി ഉയർത്തി സ്റ്റൂള് വയ്ക്കും പോലെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലപ്പുറം വേറൊന്നുമില്ല. ഇതൊക്കെ ഒരു ഭംഗിക്കും നമ്മൾക്കൊരു ഭക്തിക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതിൽ ദോഷമൊന്നും പറയാനില്ല കേട്ടാ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ഒരു പൂജാമുറിക്കകത്ത് വൈഷ്ണവം, ശൈവം, ശാക്തേയം എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ എല്ലാം തുല്യമായിരിക്കണം എന്നുള്ള ഒരു കണക്കുണ്ടോ? അതായത് 2 ശൈവവും 1 വൈഷ്ണവവും ആയാൽ എന്തെങ്കിലും ദോഷം വരുമോ? ഈ അടുത്ത കാലത്ത് ഒരു സ്വാമി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടു. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പൂജാമുറി നമ്മൾ തയ്യാറാക്കുന്നത്. അവിടെ ശിവനും പാർവതിയും ഉണ്ടാകും, ചിലപ്പം കൃഷ്ണൻ കാണും, പിന്നെ അതുപോലെ ഏറ്റുമാനൂരപ്പം കാണും, അതല്ലെങ്കിൽ വേറൊരു മൂർത്തി, ഇങ്ങനെ പലരെ നിങ്ങൾ വെച്ച് പൂജിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പൊതുവിൽ പറയാറുള്ളത്, എല്ലാവരുടെയും ഒരു ചിത്രം വെച്ചാൽ വളരെ ഭംഗി. ചിലയിടത്താണെങ്കിൽ ഈ ചന്ദനത്തിരിയുടെ കൂട്ടിൽ വരുന്ന ചെറിയ പടങ്ങൾ പോലും വെട്ടി പൂജാമുറിയെ മൊത്തത്തിൽ അങ്ങ് ഒരുതരം ദൈവങ്ങളുടെ കൂട്ടിയിടി പോലെ ആക്കി വെക്കുന്നതാണ്. അതിനെ ഒഴിവാക്കുക. എല്ലാവരുടെയും ഓരോ ചിത്രം വെച്ച് കഴിഞ്ഞാൽ മുറിക്കാത്തതിനൊരു ശാന്തത കിട്ടും. ഗണപതി നിർബന്ധമായിട്ട് വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. മറ്റുള്ളത് നിങ്ങളുടെ യഥേഷ്ടം, കൂടുതൽ എണ്ണ ആകാതെ വയ്ക്കുക. അവിടെ ശൈവം, വൈഷ്ണവ, ശാക്തേയം എന്നുള്ള കണക്കുകളൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ട ദേവതാ സങ്കല്പമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതില് നിങ്ങളുടെ ശാന്തതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനമാണിത്. അല്ലാതെ അവിടെ ചെന്നിരുന്ന് ടെൻഷൻ അടിക്കാനുള്ളതല്ല. അവിടെ ആരൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് ഇഷ്ട ദേവതകളുണ്ടോ അവിടെ വെച്ചോളും. എന്ന ഒരേ ദൈവങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ വെക്കേണ്ട. കാര്യം നമുക്ക് കൂടുതൽ ഇങ്ങനെ തിങ്ങിഞ്ഞെരുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഒന്നിലേക്കുള്ള ഒരു രീതിയാണല്ലോ. ഒന്നിലേക്ക് നമ്മൾ പോവുക. ഇതിപ്പോ നമ്മൾ അവിടെ ഒരു ചിത്രം നോക്കി ഇവിടെ ഒരു ചിത്രം, നമുക്ക് ഒന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നെങ്കിൽ, കുറച്ച് പ്രതിമകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ശ്രദ്ധ അതിലേക്ക് പോകും. ശ്രദ്ധാവാലപതയും ജ്ഞാനം അല്ലേ, ജ്ഞാനം വേണ്ടേ? അപ്പൊ അതിന് ശ്രദ്ധ വേണ്ടേ? ഭക്തിയുണ്ട്, അപ്പൊ ശ്രദ്ധയും വേണം. എങ്കിൽ മാത്രമേ ആ ജ്ഞാനോദയം ഉണ്ടാവുള്ളൂ. അടുത്ത ചോദ്യം, പൂജാമുറിയുടെ ദർശനം ഇന്ന രീതിയിൽ തന്നെ വേണം എന്നൊരു നിഷ്കർഷയുണ്ടോ എന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് എങ്ങോട്ട് നിന്ന് തൊഴണം എന്നുള്ള രീതിയിലായിരിക്കും. ഏറ്റവും നല്ലത് നമുക്ക് കിഴക്കോട്ട് തൊഴണം എന്നുള്ള രീതിയിൽ. നമുക്ക് കിഴക്കോട്ട് രാവിലെ തൊഴണം. അപ്പൊ കിഴക്ക് നിന്ന് ചിത്രങ്ങൾ പടിഞ്ഞാറ്റേക്ക് ഇരിക്കുന്നതായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഴക്കോട്ട് നോക്കി തൊഴാം. ഇനി അതിന്റെ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പടിഞ്ഞാറ്റോട്ട് നോക്കി തൊഴാൻ തരത്തിൽ വയ്ക്കാം. ദേവീദേവന്മാരുടെയൊക്കെ ചിത്രങ്ങളെല്ലാം കിഴക്കോട്ടിരിക്കും. ഏറ്റവും ശുഭമായിട്ട് നമുക്ക് കിഴക്കോട്ട് നോക്കി തൊഴുന്ന തരത്തിൽ വയ്ക്കുന്നതായിരിക്കും. അതാണ് ഗുണകരം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, എന്റെ വീട്ടിൽ ഏതാണ്ട് 1 കൈ വലിപ്പത്തിലുള്ള ഒരു ശിവലിംഗം വച്ചിട്ടുണ്ട്. ഒരു ഭക്തനായ വ്യക്തി എവിടെ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അത് ഞാനിപ്പോഴും വെച്ച് പൂജിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അമ്പലത്തിലെ മേൽശാന്തി പറഞ്ഞു, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ച് പൂജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് ശരിയാണോ? അമ്പലത്തിലെ മേൽശാന്തി പറഞ്ഞ കാര്യം കറക്റ്റാണ് കേട്ടോ. വിഗ്രഹങ്ങളല്ല വീട്ടിൽ വെച്ച് പൂജിക്കേണ്ടത്. അതിന് താന്ത്രിക വിധിപ്രകാരമുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് വിഗ്രഹം വയ്ക്കുന്നത്. നമ്മൾ ഈ ചെറിയ പ്രതിമകളൊക്കെ വയ്ക്കും, അകം പൊള്ളയായിട്ടുള്ള ചെറിയ പ്രതിമകൾ. എന്നാൽ ഫുൾ ഫില്ലായിട്ടുള്ള കല്ലുകൊണ്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ തീരെ ചെറുത്, നമ്മുടെ ഒരു ചെറുവിരൽ നീളത്തിനൊക്കെ ഉള്ള ചെറുതൊക്കെ വെച്ച് നമുക്ക് പൂജിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു ഉത്തമമായ പ്രതിഷ്ഠയുടെ വലിപ്പമുള്ള അത്തരം കല്ല് വിഗ്രഹങ്ങളൊക്കെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് വയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. താന്ത്രിക കർമ്മികളൊക്കെ അവരുടെ ഗൃഹത്തിൽ ചിലപ്പോൾ ചെയ്തേക്കാം. സാധാരണ ഒരു ഭക്തൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണിത്. പരമാവധി ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പൂജാമുറി ഉണ്ടെങ്കിൽ നിത്യവും രാവിലെയും വൈകുന്നേരം വിളക്ക് തെളിയിക്കണം എന്നൊരു സ്വാമി പറഞ്ഞു. ഇത് ശരിയാണോ? അത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. പൂജാമുറി ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കാനുള്ള ഒരു ഇടമാണ്. പണ്ട് അങ്ങനെയുള്ള ഒരു ഇടമൊന്നുമില്ല. എവിടെയെങ്കിലും കുഞ്ഞ് സ്റ്റാൻഡൊക്കെ അടിച്ചു വെച്ചാൽ അവിടെയാണ് നമ്മളെ കുട്ടിക്കാലത്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ സൗകര്യം വന്നപ്പോൾ നമ്മളൊരു പൂജാമുറി കെട്ടി അവിടെ അതിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സന്ധ്യാസമയത്ത് ഒരു നേരം ദീപം തെളിയിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി രാവിലെയും വൈകുന്നേരവും ദീപം തെളിയിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അതങ്ങ് ചെയ്തോ. അല്ലാതെ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ പോവേണ്ടി വന്നു, വീട് ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് അടഞ്ഞു കിടന്നു എന്ന് വെച്ചോ, യാതൊരു
കുഴപ്പമില്ല, ഇത് പൂജാമുറി സ്ഥാനമാണ്, അല്ലാതെ അതൊരു ക്ഷേത്രമല്ലേ. അപ്പൊ 1-2 ആഴ്ച നമുക്ക് അത് പറ്റിയില്ല. നമ്മൾ വന്നിട്ട് ഇച്ചിരി ക്ഷേത്ര പുണ്യാഹം അങ്ങനെ വായിച്ച് തളിച്ച് നമ്മൾ പിന്നെ നിലവിളക്ക് തെളിയിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതം അങ്ങനെയല്ലേ. ചിലപ്പോൾ ഒരിടത്ത് തന്നെ എപ്പോഴും ഇരുന്ന് വന്നേക്കില്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പൂജാമുറി പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. എന്നും അങ്ങനെ വീട്ടിൽ ആളുള്ളവർക്ക് എന്നും രാവിലെ വൈകുന്നേരം ഒക്കെ തെളിയിക്കാൻ പറ്റും, പറ്റാത്തവർക്ക് ഒരു നേരം തെളിയിക്കാം, അല്ലേ ഗുണകരം. അടുത്ത ചോദ്യം എങ്ങനെയാണ്, ചിലർ പറയുന്നു സ്റ്റെയർ കേസിന്റെ അടിഭാഗം ശൂന്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ പൂജാമുറി വയ്ക്കാന്ന്. എന്നാൽ ചിലർ പറയുന്നു സ്റ്റെയർ കേസിന്റെ അടിയിൽ പൂജാമുറി പാടില്ല എന്ന്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സ്റ്റെയർ കേസിന്റെ അടിയിലേക്ക് പൂജാമുറി സ്ഥാനം കൊടുക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് അഭിപ്രായം. നമ്മൾ നിയർലി നടന്ന് കയറി പോകുന്ന ഒരു സ്ഥാനമാണ് സ്റ്റെപ്പുകൾ. അതിന്റെ അടിഭാഗത്തുള്ള ഒരു ഇടുങ്ങിയ ഭാഗത്ത് ഒരു പൂജാമുറി സ്ഥാനം കൊടുക്കുമ്പോൾ അത് ഗുണകരമാവില്ല. നമ്മുടെ കാലടിയിലുള്ള പൊടി പടലങ്ങളൊക്കെ അതിലേക്ക് തെറിച്ചു വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലുണ്ട്. മാത്രമല്ല അതൊരു ദൈവത്തിന് മുകളിലേക്ക് നമ്മൾ നടന്ന് കയറി പോകുന്ന ഒരു പ്രതീതിയെ സൃഷ്ടിക്കും. എന്നാൽ ചിലർ ചോദിക്കും 2ാം നിലയുള്ളപ്പോൾ നമ്മൾ മുകളിൽ ഇതുപോലെ തന്നെയല്ലോ താമസിക്കുന്നത്, അതിന്റെ അടിയിലായിരിക്കുമല്ലോ ചിലപ്പോൾ പൂജാമുറി. അതും ഇതും തമ്മിൽ ആശയപരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. നിങ്ങളൊരു പടിക്കെട്ടിന്റെ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ ഓരോ അളവ് തുലനം ചെയ്യാത്ത രീതിയിലായിരിക്കും ഒരു പടിക്കെട്ട് ഇതിന്റെ മുകളിൽ നിൽക്കുന്നത്. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ നിരപ്പോട് കൂടി അതിനെ ഒരു പ്രത്യേകം വീടെന്നുള്ള സങ്കല്പത്തിലാണ് മുകളിലേക്ക് വരുന്നത്. ഇതങ്ങനെയല്ല, ഈ വീടിന്റെ ഒരു ഭാഗമായിട്ടുള്ള കുറച്ച് പടവുകളാണ്. അപ്പൊ അതിന്റെ ആരങ്ങളൊക്കെ തെറ്റായിട്ടുള്ള കണക്കുകളിലാണ് പെടുന്നത്. അപ്പൊ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഈ പൂജാമുറി സ്ഥാനം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളിടത്ത് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം എങ്ങനെയാണ്, നമ്മളൊരു പൂജാമുറി വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഏതാണ്? പൂജാമുറി വയ്ക്കുമ്പോൾ പൂജാമുറിയുടെ സ്ഥാനത്ത് തന്നെ വയ്ക്കുക. ഒരു വാസ്തു വിദഗ്ധനെ കാണിച്ചിട്ട് വേണമെങ്കിൽ ആ പൂജാമുറിയുടെ സ്ഥാനം ഒന്ന് നിർണ്ണയിച്ച് തന്നെ അത് വയ്ക്കുക. മറ്റൊന്ന്, പൂജാമുറിയുടെ ചുവരും ബാത്റൂമിന്റെ ചുവരും ഒന്നായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടുമാണ് പരമമായിട്ടുള്ള കാര്യം. പിന്നെ പൂജാമുറിയുടെ കണക്കുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വീഡിയോകൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊന്നും ഇവിടെ ഇനി പ്രതിപാദിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.